ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വ്ലോഗ് അപ്ലോഡ് ചെയ്തായിരുന്നു. കുറെ പേര് എന്നോട് സെക്കൻഡ് വ്ലോഗ് ഇവിടെ 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 എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കോലാലംപൂർ ടു ടൈപ്പേ ജേർണിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചത് കോലാലംപൂർ വെയിറ്റ് ചെയ്യുന്നത് വരെയാണ്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്തു. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കൂടെ ഉള്ള ചേച്ചി, ജോബിയ ചേച്ചി. വേറെയും ആൾക്കാരുണ്ട്, അവരെയൊക്കെ വഴിയെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ഇനി സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി സീറ്റ് കണ്ടുപിടിച്ചു. ഈ ഫ്ലൈറ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൽ സ്ക്രീനും അതുപോലെ ഹെഡ്സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ചുമ്മാതെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ക്രീനും ഹെഡ്സെറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു എന്തൊക്കെയാണ് അതിലുള്ളതെന്ന്. ഇതിൽ ആക്ച്വലി കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ മാപ്പ് ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണിക്കുന്നത്. പിന്നെ മൂവീസ്, അതുപോലെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ ഫുഡ് വന്നത്. ഫുഡാണ് നമ്മുടെ മെയിൻ ഐറ്റം. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രോബെറി യോഗേർട്ട്, ഐ ലവ്ഡ് ഇറ്റ്. പിന്നെ ബ്ലാക്ക് കോഫി, അത് ഞാൻ ചൂസ് ചെയ്തതാണ്. പിന്നെ ഒരു പീനട്ടിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫ്രൈഡ് ഫിഷ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൈസ് ബൗൾ, പിന്നെ ഇതുപോലത്തെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം, അതുപോലെ തന്നെ സ്പൂൺ. ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ബൗൾ. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇത് കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലായിട്ടുള്ളൊരു ഫുഡായിരുന്നു. അതിൽ ഒരു ചെറിയൊരു റെഡ് കളറിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു ചമ്മന്തി പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാർട്ടൂൺ കണ്ടിരുന്നു, ടോം ആൻഡ് ജെറി. പിന്നെ ഇതിൽ ഓൾട്ടിറ്റ്യൂഡൊക്കെ നമുക്ക് കാണിച്ചു തരും, അത് കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ മാപ്പ്. നമ്മളിപ്പോൾ എവിടെ എത്തി, എപ്പോൾ എത്തും എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ കാണിക്കുന്ന ഒരു മാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തു, ഉറങ്ങി. അങ്ങനെ അവേഴ്സ് ലേറ്റർ നമ്മൾ ലാൻഡ് ചെയ്തു. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഷോട്ട്സൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു. ബിക്കോസ് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അധികം പറ്റിയില്ല. കാരണം നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാവലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് മെട്രോ എടുക്കേണ്ടി വന്നു, അതുപോലെ HSR എടുക്കേണ്ടി വന്നു, ലൈക്ക് ട്രെയിൻ എടുക്കേണ്ടി വന്നു. എന്നിട്ട് അവിടുന്ന് ആ ലഗേജസ് വെച്ചിട്ട് നമുക്ക് നടന്നാണ് പോകാൻ പറ്റിയത്. ബിക്കോസ് ഊബറൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ നമ്മൾ നടക്കുമായിരുന്നു. ഇവിടെ നമ്മൾ സിം കാർഡ് എടുത്തു, അതുപോലെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. ഓൾറെഡി കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ബാക്കി നമ്മൾ കുറച്ച് അവിടെ ചെന്നിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്തത്. പിന്നെ ലഗേജ് എടുത്തു, നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവാണ്, അതായത് MSR മെട്രോ സ്റ്റേഷനിലേക്ക്. അങ്ങനെ അവേഴ്സിൻ്റെ ജേർണി കഴിഞ്ഞ് നമ്മൾ ടൈനാൻ സിറ്റിയിലെത്തി. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. ബൈ.